ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിയനോട് കുറച്ച് കുസൃതി ചോദ്യം ചോദിക്കാൻ പോണ്. അപ്പോൾ അവൾ അതിന് ആൻസർ പറയോ ഇല്ലയോ നമുക്ക് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. റെഡി അല്ലേ? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ എടുക്കുമ്പോൾ കൂടി വരും. അല്ല, എടുക്കുന്തോറും കൂടി വരും. ടൈമുണ്ടേ. എടുക്കുന്തോറും കൂടി വരും. 5 സെക്കൻഡ്. അറിയില്ല. അപ്പം നമുക്ക് അതിൻ്റെ ഉത്തരം പറയട്ടെ. കുഴി. കുഴി എടുക്കുന്തോറും കൂടി വരും. ഞാൻ ആദ്യം പറഞ്ഞില്ല ഈ ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തല തിരിച്ചിട്ടാൽ വലുതാവുന്നത്. തല തിരിച്ചിട്ടാൽ വലുതാവുന്നത്. യെസ്, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും പറയാൻ ഇഷ്ടമുള്ള പ്രായം. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കുള്ള ഡ്രസ്സ്. എല്ലാവർക്കുള്ള ഡ്രസ്സ്. അഡ്രസ്സ്. അതെ. അടുത്തത് റൗണ്ട് 1-ലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇനി ചോദിക്കാൻ പോകുന്നത്. അത് നമ്മൾ എല്ലാം മിക്സ് ആയിട്ടാണ് കേട്ടോ. കുസൃതി ചോദ്യം, കടങ്കഥ ഒക്കെ മിക്സ് ആയിട്ടാണ്. അപ്പോൾ അടുത്ത ചോദിക്കാൻ പോകുന്ന ഒരു കടങ്കഥയാണ്. കുപ്പായ മുടി കിണറ്റിൽ ചാടും. രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. 2 കടങ്കഥ ചോദിക്കും. കുപ്പായ മുടി കിണറ്റിൽ ചാടും. അല്ല അല്ല. ഒരു ക്ലൂ എടുക്കല്ലേ. കഴിക്കുന്ന ഒരു സംഭവമാണ്. ഒരു ഫ്രൂട്ടാണ്. വെരി ഗുഡ്. അങ്ങനെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മുറ്റത്തെ മുല്ലകൾ. സിമ്പിളാണ്. നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിലുള്ള ഒരു ഭാഗമാണ്. ടൈം ഔട്ട് ഉണ്ട്. മുറ്റത്തെ മുല്ലകൾ. ശരീരത്തിലുള്ളതാ? പല്ല്. യെസ്. ശരീരത്തിലുള്ളതെന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവരോടും ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് കണ്ണ് എന്നൊക്കെയാണ് കേട്ടോ. പക്ഷെ ഇവർക്ക് മനസ്സിലായി. നമുക്ക് റൗണ്ട് 2-ലേക്ക് കടക്കാം. ഒരു മുത്തശ്ശി. ആ മുത്തശ്ശിക്ക് മൈദ പൊടിക്കാൻ പോകണം. മൈദ പൊടിക്കാൻ വേണ്ടിയിട്ട് ഒരു പുഴയുടെ അപ്പുറത്ത് കിടക്കണം. അപ്പോൾ എങ്ങനെ മുത്തശ്ശി മൈദ പൊടിക്കും? ഒരു മുത്തശ്ശിക്ക് മൈദ പൊടിക്കാൻ പോകാം. മൈദ പൊടിക്കേണ്ട ആവശ്യമില്ല. അതും കിട്ടി. റൗണ്ട് 2-ലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരാൾക്ക് ഗോതമ്പ് പൊടി പൊടിക്കാൻ പോകണം. അതെങ്ങനെ പൊടിക്കുക? അത് ഞാൻ ചോദിച്ചു കേട്ടോ. അടുത്തത് ഒരു കടങ്കഥയാണ്. അല്ല, കടങ്കഥയല്ല, ഒരു കുസൃതി ചോദ്യമാണ് ചോദിക്കുന്നത്. പെട്ടെന്ന് പൊക്കം കൂടാനുള്ള വഴി. ശരിയാണ്. അടുത്ത റൗണ്ട് 3-ലേക്ക് പോവാം. ഇതിൽ ചോദിക്കുന്നത് ഓരോ കായിക ഇനം, അതേപോലെ അങ്ങനത്തെ ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ അങ്ങനെ ടെക്സ്റ്റിലൊക്കെ പഠിച്ചത്. പൂതപ്പാട്ട് എന്ന കവിത ആരാണ് രചിച്ചത്? ആണോ? പൂതപ്പാട്ട്. ആലോചിക്ക്, എനിക്ക് കിട്ടല്ലോ. പൂതപ്പാട്ട് ആരാണ് രചിച്ചത്? ഓ, അറിയാം. ഞാൻ രചിക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഇനി അടുത്തൊരു കുസൃതി ചോദ്യമാണ്. പെൺകുട്ടികൾ ചിരിക്കുമ്പോൾ വായ പൊട്ടുന്നത് എന്ത്? വേറൊരു ക്വസ്റ്റ്യൻ. ആൺകുട്ടികൾ അകത്തിടുന്നതും പെൺകുട്ടികൾ പുറത്തിടുന്നതുമായ സാധനം. ആൺകുട്ടികൾ അകത്തിടുന്നതും പെൺകുട്ടികൾ പുറത്തിടുന്നതുമായ സാധനം. യെസ്, ആൺകുട്ടികൾ അതൊക്കെ പോകില്ലോ, പെൺകുട്ടികൾ അതൊക്കെ പുറത്തേക്ക് ഇടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് മറ്റൊരു ക്വസ്റ്റ്യനാണ്. കരയിലെ ഏറ്റവും വലിയ ജീവി എല്ലാവർക്കും അറിയുന്നതാണ്. അറിയാം, സൗണ്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ്, അകത്ത് രോമം പുറത്തിറച്ചി. അകത്ത് രോമം പുറത്തിറച്ചി. അറിയാം, അകത്ത് രോമം പുറത്തിറച്ചി. ഇത് ഒന്ന് സൗണ്ട് പറഞ്ഞു. മൂക്ക്. മൂക്ക്. നെക്സ്റ്റ്, അകത്തെറിത്താൽ പുറത്തറിയും. ഒക്കെ ഭയങ്കര ഫാസ്റ്റാണ് ഗൈസ്. നിയമോൾ പാസ്സാവുമ്പോൾ. നെക്സ്റ്റ്, ഒറ്റക്കാലിൽ തപസ് ചെയ്യും വെള്ളക്കുപ്പായക്കാരൻ. ഒക്കെ നീ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഒരു 2 ഔഷധ സസ്യത്തിൻ്റെ പേര്. തുളസി. ഓക്കെ, അത് രണ്ടും. അടുത്തത്, നീല നിറത്തിലുള്ള ഒരു പൂവുണ്ട്. ആ പൂവിൻ്റെ പേര് ബ്ലൂ കളർ. ക്ലൂവോ? ക്ലൂ എന്ന് പറയാൻ അതിനായിട്ടൊരു ക്ലൂ ഒന്നുമില്ല. നാല് വെച്ച് നോക്ക്. ഒറ്റൊരു നീല പുഷ്പമല്ലേ? അതേതാ? അതെ. അടുത്തത് അടുത്തത് എന്താ? വെള്ളപ്പാത്രത്തിൽ കറുത്ത മുന്തിരി. യെസ്, കണ്ണൻ. അടുത്തത് പ്രകൃതിദത്തമായ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുണ്ട്. കേരവൃക്ഷങ്ങളുടെ നാട്. ഇത് ക്വസ്റ്റ്യൻ പറഞ്ഞാ കേരള. ഓക്കെ, കേരളം. നെക്സ്റ്റ് എന്താ ചോദിക്കുക? കേരളത്തിലെ കഥാരൂപ. ആണോ? കേരളത്തിലെ കഥാരൂപ. കഥകളിയോ? കഥകളി. ഗൈസ്, നിങ്ങൾക്ക് വല്ല ക്വസ്റ്റ്യനും കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അയക്കണം. ഉറപ്പായിട്ടും ഞങ്ങളത് വീഡിയോ ആക്കി ഇടുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ ഒന്നും ഇപ്പം കിട്ടുന്നില്ല കാര്യം. അല്ലാത്ത ടൈമിനൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആകാശം നക്ഷത്രം അല്ലേ? നമ്മൾ സീൻ ഞാൻ ചോദിക്കട്ടെ? മുറ്റത്ത് ചെത്തി നടക്കില്ല. അതൊക്കെ അറിയാലോ. ക്യാമറ. എഴുത്തുണ്ട്, നിക്കല്ല. ചിത്രമുണ്ട്, ചുമരല്ല. ഉത്തരം അറിയുമെങ്കിൽ കമന്റിൽ അയക്കുക കേട്ടോ. എഴുത്തുണ്ട്, നിക്കല്ല. ചിത്രമുണ്ട്, ചുമരല്ല. പണം. ഞാൻ പണമല്ലേ നോട്ട്. നോട്ടിന്റെ ചില്ലറ. നോട്ടിന്റെ അനിയൻ ചില്ലറ. അപ്പൊ
അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അയക്കാം. ഞങ്ങൾ ഉറപ്പായിട്ട് അതൊരു വീഡിയോ ആക്കി ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.